അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സന്താനങ്ങൾ എന്നുള്ളത് വളരെ വലിയ ഒരു ഉത്തരവാദിത്തമാണ്. അവരെ പിശാചിൻ്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിൽ ഒന്നായിരിക്കണം. മറിയം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഉമ്മ പ്രാർത്ഥിക്കുന്നിടത്ത് പോലും പറയുന്നത് ഇന്നി ഉഈദുഹാ ബിക വദുർരിയ്യതഹ മിനശ്ശൈത്വാനിർ റജീം. മറിയം ബീവിയെയും അതേപോലെ തന്നെ ഇനി മറിയം ബീവിക്ക് ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞിനെയും പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുവേ അവർക്ക് വേണ്ടി ഞാൻ നിന്നോട് അഭയം തേടുന്നു. അപ്പോൾ അവരൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവർ പ്രാർത്ഥിക്കുന്നത് പിശാചിൽ നിന്ന് അവരെ റബ്ബെ രക്ഷപ്പെടുത്തണമേ എന്നാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇന്ന അഹദഹും ഇദാ അറാദ അൻ യഅതിയ അഹ്ലഹു ഫഖാല ബിസ്മില്ലാഹ്. നിങ്ങളിൽ ഏതെങ്കിലും ഒരാൾ തൻ്റെ ഭാര്യയെ സമീപിക്കുവാൻ അഥവാ കുഞ്ഞുങ്ങളുണ്ടാവുക എന്ന ലക്ഷ്യത്തോടുകൂടി സമീപിക്കുവാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവർ പറയട്ടെ ബിസ്മില്ലാഹ്, അള്ളാഹുവിൻ്റെ നാമത്തിൽ. അല്ലാഹുമ്മ ജന്നിബിന ഷൈത്താൻ, അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് പിശാചിനെ നീ അകറ്റണമേ. വജന്നിബി ഷൈത്താന മാ റസഖ്തന, നീ ഞങ്ങൾക്ക് നൽകാൻ പോകുന്ന സന്താനങ്ങളെ തൊട്ടും പിശാചിനെ നീ അകറ്റണമേ എന്നിങ്ങനെ അവർ പ്രാർത്ഥിച്ചാൽ ഫഇന്നഹു ഇൻ യുഖദ്ദർ ബൈനഹുമ വലദുൻ ലം യദുർറഹു ഷൈത്താനുൻ അബദ, അവർക്കൊരു കുട്ടിയെ അള്ളാഹു വിധിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ പിശാച് ആ കുഞ്ഞിനെ ഒരിക്കലും ഉപദ്രവിക്കുകയില്ല. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പിശാച് വഴിതെറ്റിക്കാതിരിക്കുവാനും പിശാച് ഉപദ്രവിക്കാതിരിക്കുവാനും നാം ഈ പ്രാർത്ഥന നിർവഹിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ബെഡ്റൂമിൽ ഈ ഒരു പ്രാർത്ഥന ദമ്പതികൾ പതിവാക്കണം. ബിസ്മില്ലാ അല്ലാഹുമ്മ ജന്നിബിന ഷൈത്താൻ വജന്നിബി ഷൈത്താന മാ റസഖ്തന. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.